ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. ഇന്നത്തെ എപ്പിസോഡ് അത്ര മോശമില്ലാത്തതാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവന് എത്ര ബിസി ആയിരുന്നാലും എന്നെ ഒന്ന് വിളിക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അവൻ പോയിട്ട് ഇതുവരെ എനിക്കൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല. അതിന് അർത്ഥം അവൻ എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ടെന്നാണ്. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആകാശ് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആകാശിനൊന്നും ഫോൺ കണക്ട് ആവുന്നില്ല കേട്ടോ. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, നീ ഒന്ന് പോലീസിനെ ഇൻഫോം ചെയ്യേ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്യാമിന്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അഞ്ജലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അപ്പൊ ആദ്യം എടുത്ത് ഹലോ എന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് ചേച്ചി എന്ന് വിളിക്കാട്ടോ നമ്മുടെ അശ്വിൻ. കുഞ്ഞാ, നീ ഇത് എവിടെയാ മോനെ? നിന്നെ ഓർത്ത് ഞാൻ എത്ര വിഷമിച്ചെന്ന് നിനക്കറിയോ? നീ എന്താ ഇങ്ങനെയൊക്കെ? എന്തിനാ നീ ഇങ്ങനെ എല്ലാരെയും തീറ്റിക്കുന്നത് മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിന്റെ കയ്യിൽ ഒരു വാക്ക് പോലും ഇല്ല കേട്ടോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. എനിക്ക് ലണ്ടൻ ട്രിപ്പ് പെട്ടെന്ന് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഞാൻ സ്കോട്ട്ലാൻഡിലായാലും എവിടെയായാലും നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചുവിടാം മോനെ. സോറി ചേച്ചി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ സോറി ഒന്നും പറയണ്ട എന്ന് പറയട്ടെ അഞ്ജലി. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വാങ്ങി വിളിക്കുന്നുണ്ട്. കുഞ്ഞാ, നീ ഇതെവിടെയാ? എന്തിനാ ഞങ്ങൾ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതിനുള്ള മറുപടി നീ ഇങ്ങ് വാ, വന്നിട്ട് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയണേ. അപ്പോഴേക്കും നമ്മുടെ മനോരമ വാങ്ങി വിളിക്കുന്നുണ്ട്. അശ്വിൻ ബേബി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. നീ ലണ്ടനിലേക്കെന്ന് പറഞ്ഞിട്ട് സ്കോട്ട്ലാൻഡിലാണല്ലേ പോയത്? നിനക്കറിയാലോ, അവിടെ നന്നായിട്ട് പെർഫ്യൂം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വരുമ്പോൾ നീ 5-6 പെർഫ്യൂം ഒക്കെ വാങ്ങിയിട്ട് വരണം. പിന്നെ ഫേസ് പാക്കും കൂടി വാങ്ങണം, മറക്കണ്ട എന്നൊക്കെ പറയാട്ടോ അശ്വിനോട്. അതിനുശേഷം നമ്മുടെ ആകാശിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആകാശിനോട് നമ്മുടെ അശ്വിൻ പറയും, ആകാശ് പെട്ടെന്നായിരുന്നു മീറ്റിംഗ് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നത്. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ചേച്ചിയെ. പിന്നെ ഞാൻ വരുന്നത് വരെ നിന്റെ ഒരു ശ്രദ്ധ ചേച്ചിക്കും ശ്രുതിക്കും ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയണേ. അതൊന്നും ആലോചിച്ച് ഏട്ടൻ വിഷമിക്കണ്ട, അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവാതെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് അങ്ങ് ഫോൺ കൊടുക്കാണ്. ശ്രുതിയാണെങ്കിൽ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ടായിരിക്കും കേട്ടോ കേൾക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനോടൊന്നും മിണ്ടുന്നില്ല. ശ്രുതി, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ശ്യാം ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഫോണും കൊണ്ട് ബാൽക്കണിയിലേക്ക് ഓടിപ്പോവാണ്. അവിടെ വെച്ച് ഒന്നും സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല ശ്രുതിക്ക്. കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അശ്വിൻ പറയും, ശ്രുതി നിന്റെ കരച്ചിലൊന്ന് നിർത്ത്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല ശ്രുതി, ഐ ലവ് യു ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാകെ സ്റ്റക്കായി പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് തിരിച്ച് സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും അശ്വിൻ അത് കട്ടാക്കിയിട്ടുണ്ടാവും. ശ്രുതി തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കുന്നുമില്ല കേട്ടോ. പിന്നീട് നമ്മുടെ അശ്വിനാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പിന്നീട് അശ്വിന് നേരെ ഒരാൾ തോക്ക് ചൂണ്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കുറെ ഗുണ്ടകൾ ചേർന്നിട്ട് ഒരു കസേരയിൽ ഇരുത്തി വരിഞ്ഞു കെട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂമിലേക്ക് ഓടിച്ചില്ലാണ്. എന്നിട്ട് അശ്വിൻ പറഞ്ഞ ആ വാക്കുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ പിറകുന്ന് വിളിക്കുന്നതായിട്ട് നമ്മുടെ ശ്രുതിക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ ബബിൾസ് ഇങ്ങനെ പോവുമായിരിക്കും. എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് ചിരിക്കുന്നതായിട്ടായിരിക്കും കേട്ടോ ശ്രുതിക്ക് തോന്നുന്നത്. അങ്ങനെ അശ്വിൻ വന്ന് ഒരു മാല ശ്രുതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നതായിട്ടും അശ്വിൻ ശ്രുതിയെ ഹഗ് ചെയ്യുന്നതായിട്ടും ഒക്കെ ശ്രുതിക്ക് തോന്നുകയാണ്. പെട്ടെന്ന് അശ്വിൻ അങ്ങ് മാഞ്ഞു പോവും. ശ്രുതിക്കാകെ ഷോക്കായി പോവാണ്.